സാർ, നിർമ്മല സീതാരാമൻ പുതുതായിട്ട് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ അരുണാചൽ പ്രദേശിൽ 10ലധികം ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അങ്ങനെയുള്ളത് സത്യമാണോ? അതായത് ഒരു ബജറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല, പ്രവചിക്കാനും പറ്റില്ല. ബജറ്റ് രഹസ്യങ്ങൾ ചോർന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലും പണ്ടുണ്ടായിട്ടുള്ളതാണ്. കെ ബാലകൃഷ്ണൻ കൗമുദി പത്രത്തിൽ പണ്ടൊരു ബജറ്റ് അതുപോലെ ചോർത്തിയത് വലിയ ഇതൊക്കെ ഉണ്ട്. പക്ഷെ രാജ്യാന്തര റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത്, റോയിട്ടേഴ്സും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് കാണുന്നത്, ഇന്ത്യക്ക് അരുണാചൽ പ്രദേശിൽ, കാരണം ഈ ചൈനയുടെ നുഴഞ്ഞുകയറ്റം വല്ലാതെ നടക്കുന്ന ഒരു സ്ഥലമാണ് അരുണാചൽ. അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞു നടക്കുന്നതാണ് ചൈന. അവർ അരുണാചൽ പ്രദേശിന് അവരുടേതായ പേരിട്ടിട്ടുണ്ട്. മുമ്പ് നമ്മളൊരു ചർച്ച പറഞ്ഞിരുന്നു, നമ്മളൊരു ചൈനീസ് പേരൊക്കെ. അതെ, നമ്മൾ 30 സ്ഥലങ്ങൾക്ക് നമ്മുടെ പേര് കണ്ടുപിടിച്ചിടാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അക്സായ് ചിൻ, കുപ്പിക്കഴുത്ത് എന്നാണ് അക്സായ് ചിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതുപോലെ കിടക്കുന്നൊരു സ്ഥലമാണത്. അങ്ങനെ അരുണാചലിൻ്റെ പ്രദേശങ്ങളൊക്കെ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഉറങ്ങുന്ന മണ്ണാണ് അത് എന്നൊക്കെ ചൈന പറഞ്ഞിട്ട് അതൊക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമം മറ്റേ 1962 യുദ്ധത്തിലുമൊക്കെ കുറെ പിടിച്ചുകൊണ്ട് പോയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ചൈനയുടേതാണെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒക്കെ ആയിട്ട് നമ്മൾ 12 ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം, അത് ആ സംസ്ഥാനത്ത് തന്നെയാണല്ലോ, ആ സർക്കാരും കൂടിയൊക്കെ ആണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ ബജറ്റിൽ കുറച്ച് തുക ഈ ജൂലൈ 23-നാണ് ഇനി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. നേരത്തെ ഇടക്കാല ബജറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ജനസംഖ്യാ നിയന്ത്രണം പഠിക്കാനായിട്ടൊരു ഉന്നതതല സമിതി വരുമെന്ന് പറഞ്ഞിട്ടൊരു സൂചന ഇടക്കാല ബജറ്റിലുണ്ടായിരുന്നു. അതും ചിലപ്പോൾ അതിൻ്റെ ഒരു വികസിത സംഭവം പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ പറയുന്ന പോലെ അതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ആയിട്ടാണ് പറയുന്നത് നമ്മളിത്. അരുണാചൽ പ്രദേശിൽ 12 ജലവൈദ്യുത പദ്ധതികൾക്ക് ഉള്ള കേന്ദ്ര സഹായം അടുത്ത ബജറ്റിൽ, ഈ ജൂലൈ 23-ലെ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. പൊതുവെ അങ്ങനെ കരുതപ്പെടുന്നു. ഇത് മൊത്തം ഈ 12 പദ്ധതികൾക്ക് ചെലവാകുന്നത് 7,51,500 കോടി രൂപ, $90 ബില്യൺ. വലിയൊരു എമൗണ്ട് ആണല്ലോ. വലിയ എമൗണ്ടാണ്. അപ്പോൾ ആ 12 പദ്ധതികൾക്ക് പക്ഷേ ഈ തുടക്കം എന്നുള്ള നിലയ്ക്ക് $1 ബില്യൺ, 8,350 കോടി രൂപ അത് നീക്കിവെക്കും ബജറ്റിൽ. അതായത് ആകെ ഈ ഇത്രയും ഇത് വരുമല്ലോ, 90 ബില്യൺ, അതിൽ $1 ബില്യൺ നീക്കിവെക്കും, 8,350 കോടി രൂപ എന്നാണ് കരുതുന്നത്. അത് തുടക്കം എന്നുള്ളതല്ല, അതിനൊരു സ്കീമുണ്ട്. അത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ ഈ 12 പദ്ധതികളുടെ സഹായം കിട്ടും. അപ്പോൾ ആ സംസ്ഥാനങ്ങളെ മുഴുവൻ ഈ ഇതിൽ ഉൾപ്പെടുത്തി പങ്കാളികളാക്കിയിട്ടുള്ളൊരു വലിയൊരു പ്രോജക്റ്റാണ് ആലോചിക്കുന്നത്. അവർക്ക് ഇക്വിറ്റി ഹോൾഡിങ്സ്, അതായത് അവർക്ക് ഓഹരികൾ, ഇതിൽ ഓഹരി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക, കമ്പനിയോ അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് ഈ പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്. അതിന് വേറൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ക്ലിയറൻസ്, അനുമതികൾ, പിന്നെ പുനരധിവാസം, ചില ആളുകളൊക്കെ ഒഴിപ്പിക്കേണ്ടി വരുമ്പോൾ നടക്കേണ്ട പുനരധിവാസം, പിന്നെ വൈദ്യുതിയുടെ ഷെയറിങ്, ഇപ്പോൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു, അതിൽ നിന്നുള്ള വൈദ്യുതി എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഷെയർ ചെയ്യുന്നത്. കാരണം ഇത്ര മുടക്കിയാൽ ഇത്ര രൂപ കിട്ടാം. ആ വൈദ്യുതിയുടെ അനുപാതമൊക്കെ നിശ്ചയിക്കുന്നത്, പങ്കാളിത്തം, അത് ഓരോരുത്തർക്ക് എത്ര കിട്ടും എന്നുള്ളത്, ഷെയറിങ്, അതുമൊക്കെ നിശ്ചയിക്കാനായിട്ട് എളുപ്പമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഭാഗഭാക്കായാൽ. അപ്പോൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ സഹായമായിട്ട് കൊടുക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലായിടത്തും
ജലവൈദ്യുത നിലയങ്ങൾ വേണം എന്ന് കരുതുന്നുണ്ട് ഇപ്പോൾ സർക്കാർ. അരുണാചൽ പ്രദേശിൽ മാത്രമല്ല, അരുണാചൽ പ്രദേശിൽ മാത്രം 12 ആലോചിക്കുന്നു. മറ്റു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജലവൈദ്യുത പദ്ധതികൾ, അവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ മിസോറാമില് റാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മഴയ്ക്കൊരു ക്ഷാമമില്ല. ഇപ്പൊ ചെറാപുഞ്ചി അല്ല, വേറെ ഇതാണ് ഏറ്റവും കൂടുതൽ മഴ. അപ്പോൾ മോസിൻ റാം എന്ന് പറഞ്ഞ സ്ഥലത്താണത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ വേറെയും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ ചൈനയുടെ ഒരുപാട് ഭീഷണി ഈ വടക്ക് കിഴക്ക്, ഇപ്പം മണിപ്പൂർ ചുമ്മാ ഇവിടെ വിവരമില്ലാത്ത ആളുകളല്ലേ, ഈ മോദി പോകാത്തതുകൊണ്ടാണ് അവിടെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, അവിടെ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ട് വലിയ തോതിൽ. കുക്കികളൊക്കെ വെച്ചിട്ട് സാമ്രാജ്യം തന്നെ, വേറെ രാജ്യം ഉണ്ടാക്കാൻ തന്നെയുള്ള വിദേശ ശക്തികളുടെ ശ്രമമൊക്കെ ഉണ്ട്. ആയുധവും സമ്പത്തൊക്കെ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ സംഭവം. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2023 ഓഗസ്റ്റിൽ ഈ അവിടുത്തെ സംസ്ഥാന സ്ഥാപനങ്ങളായിട്ടുള്ള NHPC, SJVNL, NEEP കമ്പനി, ഇവരുമൊക്കെയായിട്ട് ഇതിനു വേണ്ടിയിട്ട് കരാർ ഒപ്പിടാനുള്ള നീക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള 11 ജിഗാവാട്ട് കപ്പാസിറ്റി, 11.5 ജിഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ്, 11 ബില്യൺ ചെലവ് വരുന്നത്. ആ പ്ലാന്റൊക്കെ തുടങ്ങാനുള്ള ചർച്ചകളുമൊക്കെ ഈ കമ്പനികളുമൊക്കെ ആയിട്ട്, അവിടുത്തെ സർക്കാർ പൊതുമേഖലാ കമ്പനികളുമൊക്കെ ആയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയും കൂടി വെളിച്ചത്തിലാണ് ഈ ബജറ്റിൽ ഇത് പറയും എന്ന് കരുതുന്നത്. കഴിഞ്ഞ 20 വർഷം, 2 പതിറ്റാണ്ട് ഇന്ത്യ 15 ജിഗാവാട്ട് ഈ ജലവൈദ്യുത പ്ലാന്റുകൾ 15 ജിഗാവാട്ടിൻ്റെ സ്ഥാപിച്ചിട്ടുള്ളൂ 20 കൊല്ലം കൊണ്ട്. ഇനി 11.5 ജിഗാവാട്ടും കൂടി കിട്ടുന്ന പ്ലാന്റുകളാണ് സ്ഥാപിക്കുന്നത്. അതായത് കഴിഞ്ഞ 20 കൊല്ലം ഉണ്ടായതിൻ്റെ 10 ഇരട്ടി ആണ് ഇനി പദ്ധതി വരാനായിട്ട് പോകുന്നത്. അത് ഗ്യാസ്, റിന്യൂവബിൾ എനർജിക്ക് എന്താ പറയുന്നത്, വീണ്ടും അത് ഉപയോഗിക്കാൻ പറ്റുന്ന പുനരുപയോഗ സാധ്യത. അതെ, ഫോസിലൈസ്ഡ് ഫ്യൂവൽ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി 2500 കിലോമീറ്ററാണ്. അവിടെ കിഴക്ക് ഇന്ത്യൻ പദ്ധതികൾ കിഴക്ക് ഭാഗത്ത് കൂടുന്നുണ്ട്. ബ്രഹ്മപുത്രയുടെ ഒരു ഭാഗത്ത്, ബ്രഹ്മപുത്ര ടിബറ്റിൽ നിന്നാണല്ലോ ഒഴുകി വരുന്നത്, സത്ലജും. അപ്പോൾ ബ്രഹ്മപുത്രയുടെ ഒരു ഭാഗത്ത് ചൈനയുടെ പദ്ധതികൾ ധാരാളം പണിയുന്നുണ്ട് വെള്ളം ഉപയോഗിച്ച് ബ്രഹ്മപുത്രയുടെ മറ്റേ കരയിൽ. അപ്പം ഈ കരയിൽ നമ്മളും പണിയാം എന്ന് ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ. ഇത് യാർലങ് സാങ്ബോ എന്ന് പറഞ്ഞ ഭാഗത്ത്, ടിബറ്റിൽ നിന്ന് ഇപ്പോൾ അവിടെ ബ്രഹ്മപുത്രയ്ക്ക് ചൈന പറയുന്നത് യാർലങ് സാങ്ബോ എന്നാണ്, ബ്രഹ്മപുത്ര എന്നല്ല. ടിബറ്റിൽ നിന്ന് അരുണാചലിലേക്ക് ഒഴുകുകയാണ് ബ്രഹ്മപുത്ര. ചൈനീസ് പദ്ധതികൾ ഈ അവിടെ ബ്രഹ്മപുത്രയിൽ ചൈന ഉണ്ടാക്കുന്ന പദ്ധതികൾ കൊണ്ട് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാം, ചില സമയത്ത് വരൾച്ചയും ഉണ്ടാകാം എന്ന് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പദ്ധതി അടിയന്തരമായിട്ട് തുടങ്ങേണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൈന, ഈ അരുണാചലിൽ നമ്മളിങ്ങനെ പദ്ധതികൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോൺഗ്രസ് ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി, ജയറാം രമേശ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എതിർപ്പ് പറഞ്ഞു എന്ന് വരാം എന്നും കാണുന്നുണ്ട്. ചൈനയെ സഹായിക്കുന്ന രീതിയിൽ അതെന്താന്ന് വെച്ചാൽ, മറ്റേ ഗാൽവാൻ സംഘർഷം ഉണ്ടാകുമ്പോഴും ചൈനീസ് സ്ഥാനപതിയായിട്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു ആ സമയത്ത്. ഇത് 2010 മെയ് 9 ജയറാം രമേശ് ബെയ്ജിങ്ങിൽ ഉണ്ടായിരുന്നു. അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിൽ പരിസ്ഥിതി വനം സഹമന്ത്രിയായിരുന്നു ജയറാം രമേശ്.
അങ്ങേര് അന്ന് ബെയ്ജിങ്ങിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജലവൈദ്യുത പദ്ധതികൾ അരുണാചൽ പ്രദേശിൽ ഇന്ത്യയും ചൈനയും സംയുക്തമായിട്ട് നടപ്പാക്കണം. ഇന്ത്യയും ചൈനയും സംയുക്തമായിട്ട് അരുണാചൽ പ്രദേശില് ചൈനയ്ക്ക് വേണ്ടി വർത്തമാനം പറയുന്ന ഒരു പരിപാടി ബെയ്ജിങ്ങിൽ പോയിട്ട് വാദിച്ചു. അപ്പോൾ എന്നിട്ട് ജയറാം രമേശ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗോർജസ് ഡാം എന്ന് പറഞ്ഞിട്ടൊരു അണക്കെട്ടുണ്ട് ചൈനയിൽ. അതിൻ്റെ പിന്നിലുള്ള ഒരു വൈദഗ്ധ്യം ഉണ്ടല്ലോ, അത് നമുക്ക് മാതൃകയാണ്. ലോകത്ത് അങ്ങനെ ഒരു ഡാമില്ല. അതുകൊണ്ട് നമ്മൾ ചൈനയെ പിന്തുടരണം, ചൈനയുടെ സഹായം സ്വീകരിക്കണം. അതാണ് അങ്ങേര് പറഞ്ഞത്. അപ്പോൾ ഈ യാങ്സി എന്ന് പറഞ്ഞൊരു നദി ഉണ്ടല്ലോ അവിടുത്തെ ഏറ്റവും വലിയ നദി ചൈന. ഈ യാങ്സി നദിയിൽ ഹൂബൈ സംസ്ഥാനത്തിലെ ഇച്ചാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 3 ഗോർജസ് ഡാം പണിതിരിക്കുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി തന്നെയാണ്, അത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി സ്റ്റേഷൻ ആണ് അവിടെ ഉള്ളത്. 22,500 മെഗാവാട്ട് വൈദ്യുതി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 22,500 ഒരു വർഷം. 112 കിലോവാട്ട് മണിക്കൂറിൽ ആണ് അതിൻ്റെ ശേഷി. 2012 പണി തുടങ്ങി 2015 ആകുമ്പോൾ തീർന്നു. അവിടെ ഉള്ളത് 32 മെയിൻ ടർബൈനുകളാണ്. നമ്മുടെ ഇടുക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6 ടർബൈനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എത്ര വലുതാണെന്ന് നമുക്ക് 32 ടർബൈനാണ്. ഈ ടർബൈൻ ഓരോന്നും 700 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓരോ ടർബൈനും. അപ്പോൾ ബ്രഹ്മപുത്രയും സട്ലജും നേരത്തെ പറഞ്ഞ പോലെ ടിബറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൈനയുടെ സഹായം വേണം എന്നാണ്. ബ്രഹ്മപുത്ര അവിടുന്ന് ഒഴുകി വരുന്നത് കൊണ്ട് നമ്മൾ ചൈനയുടെ സഹായം തേടുന്നതാണ് ശരി എന്നാണ് ജയറാം രമേശ് 2010 എന്ന് പറഞ്ഞത്. അപ്പൊ അന്നേ അവർ പ്ലാൻ ചെയ്ത് വരുന്നുണ്ടായിരുന്നു ചൈനയിൽ. അന്നേ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ നമ്മൾ ഈ ന്യൂസ് ക്ലിക്ക് കേസൊക്കെ കണ്ടില്ലേ, ന്യൂസ് ക്ലിക്കിന്റെ ഫണ്ടിങ് ഒക്കെ ചൈനയിൽ നിന്നല്ലേ വന്നിരുന്നത്. പ്രകാശ് കാരാട്ടിനൊക്കെ പരിചയമുള്ള ഒരു നെവിൽ റോയ് സിംഗം എന്ന് പറഞ്ഞൊരാൾ ഷാങ്ഹായിൽ താമസിക്കുന്ന ആളാണ്, അവിടുത്തെ പാർട്ടി മെമ്പറാണ്. ആളാണല്ലോ അത് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ശ്രീലങ്കക്കാരൻ ന്യൂസ് ക്ലിക്കിന് ഫണ്ട് കൊടുത്തിരുന്നത്. ഇതുപോലെ ഈ അദാനിക്കെതിരായ ഈ പ്രചരണം ഉണ്ടല്ലോ കോൺഗ്രസിന്റെ, അത് മുഴുവൻ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ പോർട്ടൊക്കെ നിർമ്മിക്കുന്നു അങ്ങനെയൊക്കെയുള്ള അവര് അദാനി ചൈനീസ് കമ്പനികൾ പല സ്ഥലത്തും ആഗോള കരാറുകൾ നേടാനായിട്ട് പോകുന്നുണ്ടല്ലോ. ചൈനയെ എല്ലാ രാജ്യങ്ങൾക്കും സംശയമായതുകൊണ്ട് അവര് അദാനി പോകുമ്പോൾ അദാനിക്കാണ് കൊടുക്കുന്നത്. സംശയമുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കില്ല, മാറ്റി നിർത്തുമല്ലേ. ഇസ്രയേലിലെ ഹൈഫ പോർട്ട്, അതുപോലെ നമ്മുടെ ശ്രീലങ്കയില്, പിന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള സംഗതികൾ ഈ ഇങ്ങേര് കൊണ്ടുപോകണം, നമ്മുടെ അദാനി കൊണ്ടുപോകണം. അപ്പോൾ ആഗോള കരാറുകളൊക്കെ അദാനി കൊണ്ടുപോകുന്നതിൽ ചൈനയ്ക്കൊരു വിരോധമുണ്ട്. അപ്പോൾ ഇന്ത്യ മേഖലയിലൊക്കെ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് മോദിയുടെ കാലത്ത് ഇന്ത്യ ശക്തി പ്രാപിക്കുന്നതിൽ അദാനി ശക്തി പ്രാപിക്കുന്നതിലും ഒക്കെ കോൺഗ്രസിന് വിരോധമുണ്ടല്ലോ. അതെ, അതാണ് ഈ അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ജലവൈദ്യുത പദ്ധതിയൊക്കെ വരട്ടെ, വലിയ പദ്ധതികളൊക്കെ ആയിട്ട് നമുക്ക് ചൈനയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിൽ വളരട്ടല്ലേ. ഇങ്ങനെയാണ്, അല്ലാതെ യുദ്ധം വഴിയല്ല. ഇനിയുള്ള ലോകത്തിൽ ഡിജിറ്റൽ യുഗമല്ലേ. അതെ, ഇങ്ങനെയാണ് യുദ്ധങ്ങൾ നടക്കുക. അല്ല നേരിട്ട് മുഖാമുഖമുള്ള യുദ്ധമൊക്കെ തീർന്നു. അതെ, അപ്പോൾ ഇതും ഒരു യുദ്ധമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.